ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ശാലോം ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നാം എല്ലാവരും തിരുസഭയിലെ അംഗങ്ങളാണ്. തിരുസഭാ ജീവിതത്തിൽ നാം പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന പദങ്ങളാണ് സഭാസ്നേഹം, സഭയോടുള്ള വിശ്വസ്തത, സഭയിലെ അംഗത്വം എന്നൊക്കെയും. എന്താണ് സഭ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്? എന്തിനാണ് സഭ സ്ഥാപിതമായിരിക്കുന്നത്? എങ്ങനെയാണ് സഭ പ്രവർത്തിക്കുന്നത്? ഇതേക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവണം. സഭ ഒരു കൂദാശയാണ്. പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഭാഷയിലാണ്. എന്താ കൂദാശ എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അദൃശ്യമായ വരപ്രസാദത്തെ നൽകുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. എല്ലാ കൂദാശയിലും ഈ രണ്ട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൃശ്യമായ ഘടകമുണ്ട്, അദൃശ്യമായ ഒരു ഘടകവുമുണ്ട്. ദൃശ്യമായ ഘടകം അതിൻ്റെ അടയാളങ്ങളും പ്രതീകങ്ങളും ഒക്കെയുമാണ്. അതിലെ അദൃശ്യ ഘടകമാണ് അതിൻ്റെ സത്ത, സത്യം, യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തിരുസഭയെന്ന കൂദാശയിലും ഈ രണ്ട് ഘടകങ്ങളുമുണ്ട്. ദൃശ്യമായൊരു ഘടകമുണ്ട്, അദൃശ്യമായ ഒരു ഘടകമുണ്ട്. ദൃശ്യഘടകം സഭ ദൈവജനം എന്നത് തന്നെയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഴയ നിയമ പുതിയ നിയമ പ്രതിരൂപങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സഭയെ പല വാക്കുകളിൽ വിശദീകരിക്കുന്നുണ്ട്. സഭ പുതിയ ഇസ്രായേലാണ്, സഭ ദൈവജനമാണ്, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ്, അവിടുത്തെ മണവാട്ടിയാണ്. വ്യത്യസ്തമായ പദങ്ങളിലൂടെ വിവക്ഷിക്കുന്നു ഈ സഭയുടെ വലിയ സന്ദേശത്തെ. ഇത് സഭയുടെ ദൃശ്യമായിട്ടുള്ള ഘടകമാണ്. എന്നാൽ സഭയുടെ സത്ത, യാഥാർത്ഥ്യം, അദൃശ്യമായ ഘടകം എന്തിലടങ്ങിയിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും. സഭ സത്യത്തിൽ, യഥാർത്ഥത്തിൽ മഹത്വീകൃതനായ കർത്താവിൻ്റെ തുടർച്ചയാണ്. ഇത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നേരിട്ട് നൽകുന്ന വെളിപാടാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സമർത്ഥനായ ഒരു യഹൂദ യുവാവിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. സാവൂൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, നിയമവിദഗ്ധനായിരുന്നു. ഗമാലിയലിൻ്റെ നിയമ സ്കൂളിൽ പഠിച്ച് പാസ്സായ വ്യക്തി, നിയമജ്ഞൻ, പണ്ഡിതൻ, അഭിമാനിയായ യഹൂദൻ. അഭിമാനിയായ സാവൂൾ എന്ന യഹൂദ യുവാവ് കേട്ടു, അടുത്ത കാലത്ത് ഏറെ ആളുകൾ യഹൂദമതം വിട്ട് ഒരു നസ്രായ മാർഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതൊരു അഭിമാനിയായ യഹൂദനെ പോലെയും സാവൂളിലും ഇത് അസ്വസ്ഥത ഉളവാക്കി. സാവൂൾ അധികാരികളിൽ നിന്ന് അനുവാദം വാങ്ങിച്ചു. ആരെങ്കിലും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവരെ തല കൊയ്യാനുള്ള അനുവാദം. ഈ അനുമതി പത്രവുമായി തിടുക്കത്തിൽ സാവൂൾ ദമാസ്കസിലേക്ക് യാത്രയായി എന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ സാക്ഷിക്കുന്നു. യാത്രാമധ്യേ താഴെ വീഴാൻ ഇടയായി. പരിഭ്രമത്തിനിടയിൽ ഒരു വെളിച്ചം അവൻ കണ്ടു. ഈ വെളിച്ചത്തെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, ഇവൻ ആകെ പരിഭ്രമിച്ച് നിന്നു. ആ വെളിച്ചത്തിൽ നിന്നൊരു അശരീരി കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇതിന് മറുപടി പറയാൻ സാവൂളിന് കഴിഞ്ഞില്ല. സാവൂൾ തിരികെ ചോദിച്ചു, പ്രഭോ നീ ആരാ? അതിന് സാവൂളിന് കിട്ടിയ മറുപടി, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാ ഞാൻ. സാവൂൾ ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല. സാവൂൾ കണ്ടതും പീഡിപ്പിച്ചതും പീഡിപ്പിക്കാൻ യാത്രയായതും സഭയെയാണ്. ആ സാവൂളിനോട് വെളിപാട് നൽകുന്ന മറുപടി, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാ ഞാൻ. ഇതിൻ്റെ അർത്ഥം ക്രിസ്തുവാണ് സഭ എന്നത് തന്നെയാണ്.
മഹത്വീകൃതനായ കർത്താവിൻ്റെ തുടർച്ചയാണ് സഭ. ഇന്ന് ഈ ലോകത്ത് മഹത്വീകൃതനായ കർത്താവ് ഇടപെടുന്നതും ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും സഭയിലൂടെയാണ്. നമ്മുടെ ഇടയിലുള്ള മഹത്വീകൃത കർത്താവിൻ്റെ സാന്നിധ്യമാണ് സഭ എന്ന് പറയുന്നത്. ഈശോ ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ ചലനങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം നമുക്ക് 3 ഗണങ്ങളായി തരംതിരിക്കാം. ഒന്നാമതായിട്ട് അവിടുന്ന് പഠിപ്പിച്ചു. ദൈവരാജ്യം എന്ന വലിയ രഹസ്യത്തിൻ്റെ സത്യത്തെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ, ശൈലിയിൽ പ്രബോധനം നൽകി. പ്രബോധിപ്പിക്കൽ, പഠിപ്പിക്കൽ, ടീച്ചിങ് മിനിസ്ട്രി ലത്തീൻ ഭാഷയിൽ മൂണുസ് ദൊച്ചേന്തി എന്ന് പറയും. ഈ ടീച്ചിങ് മിനിസ്ട്രി, ഈ പ്രബോധനം പ്രവാചകൻ്റെ ദൗത്യമാണ്. അതുകൊണ്ട് ഈശോയെ നമ്മൾ വിളിക്കും അവൻ പ്രവാചകനാണ്. പഠിപ്പിക്കുക മാത്രമല്ല അവിടുന്ന് ചെയ്തത്, ഏറെ പ്രവർത്തിച്ചു. എത്രയോ രോഗികളെ അവിടുന്ന് സൗഖ്യമുള്ളവനാക്കി, എത്രയോ പാപികൾക്ക് മോചനം നൽകി, എത്രയോ പിശാചുക്കളെ ബഹിഷ്കരിച്ചു. അവിടുന്നൊക്കെ പ്രവർത്തിച്ചു. ഈ പ്രവർത്തനങ്ങളൊക്കെയുമോ ഒന്നുകിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട്, അല്ലേ അവിടുത്തെ വചനം കൊണ്ട്, അതുമല്ലെങ്കിൽ അവിടുത്തെ സ്പർശനം കൊണ്ട് സാധ്യമാക്കിയത്. രോഗികളായിരുന്നവർ രോഗത്തിൽ നിന്നും മുക്തരായി, പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവർ പിശാചിൽ നിന്നും മോചിതരായി, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞവർ പാപത്തിൽ നിന്നും മുക്തരായി മാറാനായിട്ടിടയായി. ഈശോയുടെ സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ വചനം കൊണ്ട്, അവിടുത്തെ സ്പർശനം കൊണ്ട്. അതിൻ്റെ അർത്ഥം ഇവരിലൊക്കെയും എന്തോ ഒരു കുറവ് ഉണ്ടായിരുന്നു. ആ കുറവ് ദൈവപുത്രനായ ദൈവമായ ഈശോയുടെ സാന്നിധ്യത്തിൽ, വാക്കിൽ, സ്പർശനത്തിൽ നികത്തപ്പെട്ടു. അത് ദൈവികതയുടെ കുറവായിരുന്നു. ഈ ദൈവികതയെ അവർക്ക് നൽകിയപ്പോഴാണ് അവരുടെ കുറവുകളിൽ നിന്നും മുക്തരാകാൻ ഇടയായത്. ഈ ദൈവികതയെ നൽകുന്ന പ്രക്രിയയ്ക്ക്, ധർമ്മത്തിന് പറയുന്ന പേരാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. കാരണം ദൈവം തന്നെയാണ് വിശുദ്ധി. ലേവ്യരുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, പത്രോസിൻ്റെ 1-ാം ലേഖനം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നു, ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. ദൈവമാണ് പരിശുദ്ധി. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈവികീകരണം എന്ന അതിൻ്റെ അർത്ഥം. ഈ വിശുദ്ധീകരിക്കുന്ന ധർമ്മം പൗരോഹിത്യ ധർമ്മമാണ്. അതുകൊണ്ട് നാം വിളിക്കും ഈശോയെ അവിടുന്ന് പുരോഹിതനാണ്. അവിടുന്ന് പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും മാത്രമല്ല ചെയ്തത്, അവിടുന്ന് നയിച്ചു. നയിക്കുന്നയാളുടെ ചുമതലയാണ് ഏത് വഴി തിരഞ്ഞെടുക്കണം, ഏത് വഴി തിരഞ്ഞെടുക്കരുത്, ഏത് ശരി, ഏത് തെറ്റ് എന്ന് തന്നെ അനുഗമിക്കുന്നവർക്ക് കാട്ടിക്കൊടുക്കുക എന്നുള്ളത്. വളരെ വ്യക്തമായ ഭാഷയിൽ, സംശയത്തിനിടയില്ലാത്ത വണ്ണം അവിടുന്ന് പറഞ്ഞു ഏതാണ് ആവേണ്ടത്, ഏതാണ് ആവരുതാത്തത്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ ആവരുത്, അങ്ങനെ ആവണം. വ്യക്തമായ ചിത്രം ശരിതെറ്റുകളെ സംബന്ധിച്ച് അവിടുന്ന് നൽകി. അവിടുന്ന് നയിച്ചു. ഈ നയിക്കൽ രാജകീയ ധർമ്മമാണ്. മൂണുസ് റെജേന്തി എന്ന് പറയും. വിശുദ്ധീകരണ കർമ്മത്തിന് മൂണുസ് സാങ്ക്ടിഫിച്ചേന്തി എന്ന് പറയും. ഈ നയിക്കുന്ന ധർമ്മം രാജാവിൻ്റെത്. അതുകൊണ്ട് ഈശോയെ നാം വിളിക്കും അവിടുന്ന് രാജാവാണ്, നയിക്കുന്നവനാണ്. ഈ 3 ധർമ്മങ്ങളാണ്: പ്രവാചക ധർമ്മം, പൗരോഹിത്യ ധർമ്മം, രാജകീയ ധർമ്മം. ഈ 3 ധർമ്മങ്ങളാണ് ഈശോയുടെ ഈ ലോക ജീവിതകാലത്ത് അവിടുന്ന് പൂർത്തിയായത്. അതുകൊണ്ടാണ് അവിടുത്തെ തുടർച്ചയായ സഭയ്ക്കും ഈ 3 ദൗത്യങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ കൂടാനും പാടില്ല, അതിൽ കുറയാനും പാടില്ല. ഒന്ന്, സഭ പ്രബോധിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. സഭയുടെ പ്രബോധന അധികാരം, മജിസ്തേരിയം എന്ന നാം അതിനെ വിളിക്കുന്നത്. സഭ എത്രയോ വലിയ ജനസമൂഹത്തെയാണ്, തലമുറകളെയാണ്. ഓരോ കാലഘട്ടത്തിലും മനസ്സിലാകുന്ന ഭാഷയിൽ, ശൈലിയിൽ സുവിശേഷ സത്യങ്ങളെ, ദൈവിക വെളിപാടിനെ വിശദീകരിച്ചും വ്യക്തമാക്കിയും പ്രബോധിപ്പിക്കുകയാണ്. സഭയുടെ പ്രബോധന അധികാരം വലിയൊരു ധർമ്മമാണ്. സഭ പ്രബോധിപ്പിക്കുന്നു. ഈശോയിൽ പൂർത്തിയായ പ്രബോധനത്തെ സഭയിലൂടെ ഇന്ന് തുടരുകയാണ്. അത് ലോകത്തിൻ്റെ അവസാനം വരെയും. സഭ പ്രബോധിപ്പിക്കുക മാത്രമല്ലല്ലോ, സഭ വിശുദ്ധീകരിക്കുന്നുണ്ട്. ഈ വിശുദ്ധീകരണം നടക്കുന്നത്, പൗരോഹിത്യ ധർമ്മം പൂർത്തിയാവുന്നത് കൂദാശകളിലൂടെയാണ്. വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്ന കൂദാശ എന്ന സുറിയാനി പദത്തിൻ്റെ തന്നെ അർത്ഥം ഈ കൃപയെ നൽകല, ദൈവിക ജീവനെ പ്രദാനം ചെയ്യുകയാണ്. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെയും ഈ ദൈവിക ജീവനെ കൊടുക്കാൻ ആവുമെങ്കിലും
ഔദ്യോഗികമായി ഈ ദൈവികതയെ നൽകുന്ന, ദൈവിക ജീവനെ നൽകുന്ന നീർച്ചാലുകളായി സഭ പഠിപ്പിക്കുന്നത് കൂദാശകളെയാണ്. കൂദാശകൾ ദൈവിക ജീവൻ്റെ നീർച്ചാലുകളാണ്. ഈ വിശുദ്ധീകരണ ധർമ്മം സഭ ഇന്ന് തുടരുകയാണ്. മൂന്നാമത്തത്, സഭ നയിക്കുന്നു. ശരിതെറ്റുകളെ വേർതിരിക്കാൻ സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങൾ മുഴുവനും ശരിയെ തെറ്റിനെ വേർതിരിക്കാൻ പ്രബോധിപ്പിക്കുകയാണ്. സാമൂഹിക പ്രശ്നങ്ങളിൽ സഭ ഇടപെടാറുണ്ട്. മനുഷ്യൻ്റെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സഭ ഇടപെടാറുണ്ട്. അബോർഷനെ സംബന്ധിച്ച്, കോൺട്രസെപ്ഷനെ സംബന്ധിച്ച് ഒക്കെയും സഭയ്ക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്, പ്രബോധിപ്പിക്കുന്നുമുണ്ട്. ചില ആളുകൾ പറയുന്ന ആക്ഷേപം ഞാൻ കേട്ടിട്ടുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്തിനാ സഭ ഇടപെടുന്നത്, സാമൂഹിക വിഷയങ്ങളിൽ എന്തിനാ സഭ ഇടപെടുന്നത്, സഭ ഇടപെടണമോ? ഇടപെടണം. എന്തുകൊണ്ടാണ്? സഭ നയിക്കുന്നവളാണ്. മനുഷ്യ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ആധികാരികമായിട്ട് സംസാരിക്കാൻ, പ്രബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്, അവകാശമുണ്ട് സഭയ്ക്ക്. കാരണം സഭ നയിക്കുന്നവളാണ്. ഈശോയുടെ ഈ രാജകീയ ധർമ്മം, നയിക്കലിൻ്റെ ധർമ്മം ഇന്ന് സഭയിലൂടെ തുടരുകയാണ്. ഈ 3 ധർമ്മങ്ങളാണ്. കാരണം ഈശോയുടെ തുടർച്ചയാണ് സഭ. പ്രബോധനാധികാരം, പ്രബോധിപ്പിക്കൽ, വിശുദ്ധീകരിക്കൽ, നയിക്കൽ, ഇത് 3ഉം ഇന്നും സഭയിലൂടെ തുടരുകയാണ്. ഈ സഭയുടെ ഭൗതികമായിട്ടുള്ള ഘടകം, ദൃശ്യ ഘടകം, അത് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നതോ ഒരു കൂട്ടായ്മയായിട്ടാണ്. എ കമ്മ്യൂണിയൻ. സഭ സഭകളുടെ കൂട്ടായ്മയാണ്. വ്യത്യസ്ത വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് സഭ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്, കത്തോലിക്ക സഭ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. എനിക്ക് കത്തോലിക്ക സഭയിൽ അംഗമാകാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിസഭയിൽ ഞാൻ അംഗമായിരിക്കണം. ഒരു വ്യക്തിസഭയിൽ അംഗമാകാതെ കത്തോലിക്ക സഭയിൽ ഒരു വ്യക്തിക്കും അംഗമാവുക കഴിയുകയില്ല. കത്തോലിക്ക സഭയിലെ എൻ്റെ അംഗത്വം വ്യക്തിസഭയിലൂടെയാണ് എനിക്ക് സാധ്യമാവുന്നത്. വ്യക്തിസഭയിലെ എൻ്റെ അംഗത്വം സാധ്യമാവുന്നതോ എൻ്റെ മാമോദിസായിലൂടെയാണ്. മാമോദിസ ഏത് വ്യക്തിസഭയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല. സാധാരണഗതിയിൽ അപ്പൻ, മാമോദിസ സ്വീകരിക്കുന്ന ആളുടെ അപ്പൻ, പിതാവ് ഏത് വ്യക്തിസഭയിൽ അംഗമാണോ ആ സഭയിലേക്ക് പുതുതായി മാമോദിസ സ്വീകരിക്കുന്ന ഒരാൾ അംഗമായിട്ട് ചേരുക. മാമോദിസ ഏത് വ്യക്തിസഭയിലും സ്വീകരിക്കാം. സഭയിലെ അംഗത്വം കിട്ടുന്നത് തൻ്റെ പിതാവിൻ്റെ സഭയിലെ അംഗത്വമാണ്. ഇതാണ് സഭയിലെ അംഗത്വത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഐക്യമാണ്, കമ്മ്യൂണിയനാണ്. ഇതാ സഭയുടെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത്. ഈ ഐക്യത്തിൻ്റെ സഭയുടെ ഏറ്റവും വിശിഷ്ടമായ പ്രകടനം അത് പരിശുദ്ധ കുർബാനയില്ല. ഹെൻറി ഡെ ലുബാക്ക് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, ദ യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്. പരിശുദ്ധ കുർബാനയാണ് സഭയ്ക്ക് രൂപം കൊടുക്കുന്നത്. കാരണം പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. ഈശോയാ സഭയ്ക്ക് രൂപം കൊടുക്കുന്നത്. പരിശുദ്ധ കുർബാനയെ നാം വിളിക്കുന്നത് തന്നെയും കമ്മ്യൂണിയൻ എന്ന, ദൈവവും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഭാവവും രൂപവും പരിശുദ്ധ കുർബാനയിൽ നാം ആഘോഷിക്കുകയും ആരാധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഈശോ തന്നെയും കുർബാനയിലൂടെ നമ്മിലേക്ക് എഴുന്നള്ളി വരികയാണ്. സഭയുടെ ഏറ്റവും വിശിഷ്ടമായ രൂപമായി പരിശുദ്ധ കുർബാനയെ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും. എന്താണ് സഭ എന്ന ഉത്തരം നമുക്ക് കിട്ടി. ഈശോയുടെ തുടർച്ചയാണ് സഭ. എങ്ങനെയാണ് സഭ എന്ന ഉത്തരം കിട്ടി. അത് സഭകളുടെ കൂട്ടായ്മയായിട്ട് ഈ സഭ നമുക്ക് രൂപീകൃതമായിരിക്കുന്നത്. എന്തിനു വേണ്ടിയ സഭ? സഭ രക്ഷയുടെ കൂദാശയാണ്. സഭ സ്ഥാപിതമായതിൻ്റെ ഉദ്ദേശ്യം രക്ഷ പ്രദാനം ചെയ്യുകയാണ്. ഈശോയുടെ ഈ ലോകത്തെ വരവിൻ്റെ ലക്ഷ്യം ലോകത്തിന് രക്ഷയെ പ്രദാനം ചെയ്യുകയാണ്. അത് അവിടുത്തെ രക്ഷകനായി, ഏക മധ്യസ്ഥനായിട്ട് അവതരിക്കാൻ കാരണം. ഈ രക്ഷകനായ ഈശോയുടെ രക്ഷ അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 33 വർഷക്കാലമാണ് ഉണ്ടായിരുന്നത്. ജീവിച്ചിരുന്ന ആളുകൾക്ക് മാത്രം സംലഭ്യമായാൽ പോരാ, മറിച്ച് ലോകത്തിൻ്റെ അവസാനം വരെയും ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവിടുത്തെ രക്ഷ സംജാതമാവണം. ഈശോയ്ക്ക് മുമ്പ് ജനിച്ച് ജീവിച്ചിട്ടുള്ളവരും ഈശോയ്ക്ക് ശേഷം ജനിച്ച് ജീവിച്ചിട്ടുള്ളവരും ഈശോയുടെ സമകാലികരായി ജീവിച്ചിട്ടുള്ളവരുമെല്ലാം ഈശോയിലൂടെ ഈ രക്ഷയെ സ്വന്തമാക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഈശോയുടെ ഈ രക്ഷയുടെ വാഹകരായി, വാഹനമായി ഇന്ന്
നമുക്കിടയിലുള്ളത് സഭയാണ്. സഭ സ്ഥാപിതമായിരിക്കുന്നത് ലോകത്തിൻ്റെ അവസാനം വരെയും ഈ രക്ഷയെ അവിടേക്ക് സംവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ രക്ഷയെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രക്ഷയുടെ അടയാളവും കൂദാശയുമായി സഭ നമുക്ക് മുമ്പിൽ വിരാജിക്കുന്നത്. സഭയിലൂടെ ഈ രക്ഷ സാധ്യമാവുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന കൗദാശിക പദ്ധതിയിൽ നമ്മൾ പങ്കുചേരുകയാണ്. ദൈവിക ജീവനെ പ്രാപിക്കാൻ അവിടുന്ന് നമ്മെ അനുവദിക്കുകയാണ്. ഇവിടെ നമുക്ക് വലിയ ശ്രദ്ധയുണ്ടാവണം. സഭയുടെ ശബ്ദത്തിന് കാതോർക്കണം. ഒത്തിരിയേറെ മറ്റ് ശബ്ദങ്ങളെയും വ്യാഖ്യാനങ്ങളെയും കേൾക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ സഭയാകുന്ന ഈ ജീവിതത്തിൽ, ഈ പ്രയാണത്തിൽ മറ്റ് ശബ്ദങ്ങൾ നമ്മളെ അലോസരപ്പെടുത്താൻ ഇടയാവരുത്. മറിച്ച് സുവിശേഷത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സഭയിലാണ്. അതിനെ ഔദ്യോഗികമായിട്ട് വ്യാഖ്യാനിക്കുവാനും നൽകുവാനും അധികാരം സംസിദ്ധമായിരിക്കുന്നത് സഭയ്ക്ക് തന്നെയാണ്. ആ സഭയുടെ ശബ്ദത്തിന് കാതോർക്കുകയാണ്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ സഭ എന്നെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ആ പഠിപ്പിക്കുന്നത് മാത്രം എൻ്റെ ദൈവജനത്തെ അറിയിക്കുകയുമാണ്. എനിക്ക് എൻ്റെതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എൻ്റെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എൻ്റെ മനസ്സിൽ മാത്രം ഞാൻ സൂക്ഷിച്ചാൽ മതിയാകും. ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ, പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, സഭയുടെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ ഞാൻ സംസാരിക്കേണ്ടതും പ്രബോധിപ്പിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നൽകേണ്ടതും സഭയുടെ പ്രബോധനങ്ങളാണ്. സഭയുടെ വിശുദ്ധീകരണത്തിൻ്റെ ഉപകരണമാണ് ഞാൻ. ഇത് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഈ സഭയുടെ ഈ ശുശ്രൂഷ വിശുദ്ധീകരിക്കുന്ന ധർമ്മം അത് നിർവഹിക്കാൻ അത് സഭ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന രീതിയിലും ക്രമത്തിലും മാത്രമാണ്, എൻ്റെതായ വഴികളിലൂടെ അല്ല. കൂദാശകളുടെ പരികർമ്മത്തിലാവട്ടെ, കൂദാശകളെ സംബന്ധിക്കുന്ന ദൈവ ആശയത്തിലാകട്ടെ, ദൈവശാസ്ത്രത്തിലാവട്ടെ, സഭ ഔദ്യോഗികമായിട്ട് എന്നെ ഏൽപ്പിക്കുന്ന ഇത് പരസ്യമായ ആരാധനയാണ്. കൂദാശകൾ അതിൻ്റെ നിയതമായ രൂപത്തെയും ക്രമത്തെയും ഘടകങ്ങളെയും ഒക്കെ നിർണ്ണയിക്കാനുള്ള മുഴുവൻ അവകാശവും സഭയുടേതാണ്, എൻ്റെ വ്യക്തിപരമല്ല. ജോൺ പോൾ മാർപ്പാപ്പ ദ എവ്കറിസ്തിയ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, ആരാധനാക്രമം ആരുടെയും സ്വകാര്യ സ്വത്തല്ല. സ്വകാര്യ സ്വത്ത് പോലെ നാം അതിനെ കൈകാര്യം ചെയ്യാനും പാടില്ല. കൂദാശകളുടെ പരികർമ്മത്തെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ട ഒരു നിർബന്ധ ബുദ്ധി ഇതാ: കൂദാശകൾ ആരുടെയും സ്വകാര്യ സ്വത്തല്ല, മറിച്ച് സഭയുടെ പൊതു സ്വത്താണ്. അതിൻ്റെ നിയതമായ രൂപക്രമങ്ങളും ചിട്ടകളും ഒക്കെ നിർണ്ണയിക്കേണ്ടത് സഭ തന്നെയാണ്. സഭയുടെ ന്യായമായ അധികാരികളിലൂടെ എനിക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ അഭംഗുരം കാത്തു സൂക്ഷിച്ച് അതുപടി മാത്രം പാലിക്കാനുള്ള അവകാശമേ എനിക്കുള്ളൂ. അതിൽ കുറവ് വരുത്താനോ കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനോ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അതിൽ ലയിപ്പിക്കാനോ എനിക്ക് അധികാരമില്ല. മൂന്നാമത് സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങളാണ്. പലപ്പോഴും എനിക്കതിനോട് ആശയവ്യത്യാസങ്ങളുണ്ടാവാം. ആളുകൾക്കിടയിലുണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ പുലർത്തുന്നവർ, പുരോഹിതർക്കിടയിലുണ്ട്, സന്യസ്തർക്കിടയിലുണ്ട്. ആശയവ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആവാം. പക്ഷേ ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ പ്രബോധിപ്പിക്കേണ്ടതും സഭയുടെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിൽ നൽകേണ്ടതും സഭയുടെ ധാർമ്മിക പ്രബോധനമാണ്. തെറ്റുശരികളെ വേർതിരിക്കാൻ സഭയാകുന്ന അമ്മ എനിക്ക് നൽകുന്ന ആ വഴികളെ പിന്തുടരുവാനും ആ അമ്മയിലൂടെ എനിക്ക് നൽകുന്ന ശരിതെറ്റുകളുടെ മാർഗനിർദ്ദേശത്തെ എൻ്റെ ദൈവജനത്തിലേക്ക് പകരുവാനും എനിക്ക് കഴിയണം. ഇതാ സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങളെ സംബന്ധിച്ച് ഓരോ കാലഘട്ടങ്ങളിലും കാലഘട്ടത്തിൻ്റേതായ ചില ഒഴുക്കുകളുണ്ടാകാം, കറൻസ് ഉണ്ടാവാം, വാദപ്രതിവാദങ്ങളുണ്ടാകാം, ചില തത്വസംഹിതകൾ ഉടലെടുത്തെന്നിരിക്കാം, ചില മൂവ്മെൻറ്റ്സുകൾ ഉണ്ടായേക്കാം. അവയ്ക്കൊക്കെയും അർഹമായ സ്ഥാനം നൽകുമ്പോഴും എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കേണ്ടതും ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെ മാത്രമാണ്. ധാർമ്മിക പ്രബോധനങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ഞാൻ പ്രവർത്തിക്കേണ്ട, എടുക്കേണ്ട മേഖലയാണ്. ഈ പ്രബോധന അധികാരം, വിശുദ്ധീകരണ അധികാരം, ധർമ്മം, അജപാലന ധർമ്മം അല്ലെങ്കിൽ നയിക്കുന്ന ധർമ്മം, ഇവ മൂന്നും വളരെ കൃത്യമായ അളവിലും സ്വഭാവത്തിലും സഭ നിഷ്കർഷിക്കുന്ന രീതിയിലും
പൂർത്തിയാക്കാൻ നിർവഹിക്കാനുള്ള വലിയ തുറവി നമുക്കുണ്ടാവണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം നമുക്ക് സംലഭ്യമാകണം. ആത്മാവ് നമ്മിലൂടെയാണ് ഇന്ന് സഭയിൽ പ്രവർത്തിക്കുന്നത്. ഈ ആത്മാവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് സഭയ്ക്ക് കാതോർക്കാൻ, സഭയുടെ ശബ്ദത്തിന് കാതോർക്കാൻ, സഭയുടെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങാൻ, ആ ഇഷ്ടാനുസൃതം മാത്രം നമ്മുടെ പ്രബോധനങ്ങളെയും അജപാലന ധർമ്മത്തെയും നിർവഹിക്കാനായിട്ട് നമുക്ക് സാധ്യമാവുക. സഭയെ നാം വിളിക്കുന്നത് സഭാ മാതാവ് എന്നാണ്. 7 കൂദാശകളാണ് സഭയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഈ 7 കൂദാശകളെ നമ്മൾ അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും ഒരമ്മയുടെ സ്നേഹപൂർവകമായ 7 ഇടപെടലുകളാണ് 7 കൂദാശകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയും, ഈ ഭൂമിയിലെ തുടക്കം മുതൽ ഒടുക്കം വരെയും സഭ ആ വിശ്വാസിയെ അനുധാവനം ചെയ്യുകയാണ്, അക്കമ്പനി ചെയ്യുകയാണ്, ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ നാഴികക്കല്ലുകളിൽ സഭയാകുന്ന അമ്മ ഇടപെട്ട് ദൈവത്തിൻ്റെ കൃപയെ വലിയ അളവിൽ ആ വിശ്വാസിയിലേക്ക് പ്രദാനം ചെയ്യുന്ന ഓരോ കൂദാശയിലൂടെയും നിർവഹിക്കപ്പെടുന്ന കർമ്മം. ഒന്നാമത്തെ കൂദാശ നമുക്കറിയാം, മാമോദിസ എന്ന മഹനീയമായ കൂദാശയാണ്. ഒരു സ്ത്രീ അമ്മയാകുന്നത് പ്രസവിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിലൂടെയാണ്. എത്ര സ്നേഹമുണ്ടെങ്കിലും ഒരപ്പനെ കൊണ്ട് പ്രസവിക്കാനാവില്ല. കുഞ്ഞിന് ജന്മം നൽകുന്നത് അമ്മയുടെ ഉത്തരവാദിത്വമാണ്, അഭിമാനമാണ്, അമ്മയുടെ കടമയാണ്. സഭയാകുന്ന അമ്മ തൻ്റെ മക്കൾക്ക് ജന്മം നൽകുന്ന മഹനീയമായ കൂദാശയ മാമോദിസ എന്ന കൂദാശ. ഈശോ പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഈ വീണ്ടും ജനനം സാധ്യമാകുന്നു സഭയിലെ മാമോദിസ എന്ന കൂദാശയിലൂടെ. ഇതുകൊണ്ടാണ് സുറിയാനി സഭാ മൽപ്പാൻ അപ്രയം പുണ്യവാൻ മാമോദിസ തൊട്ടിയെ വിളിക്കുന്ന പേര് സഭയുടെ ഗർഭപാത്രം എന്ന. കുഞ്ഞുങ്ങൾക്ക് മാമോദിസ പരികർമ്മം ചെയ്യുന്ന വേളയിൽ മാമോദിസ മുക്കുവാനുള്ള വെള്ളം സീറോ മലബാർ ക്രമത്തിൽ അച്ഛൻ കൂദാശ ചെയ്യുന്ന ഒരു അവസരമുണ്ട്. മൂറോൻ തൈലത്തിൽ വിരൽ മുക്കി ഈ വെള്ളത്തോട് കലർത്തുന്ന അവസരത്തിൽ വൈദികൻ പ്രാർത്ഥിക്കും, പാപവിമോചകമായ മാമോദിസ പരികർമ്മം ചെയ്യുന്ന സഭയുടെ പുതിയ ഉദരമായി തീരാൻ ഈ തൈലം ജലത്തോട് കലർത്തപ്പെടുന്നു എന്ന്. സഭയുടെ ജനിപ്പിക്കുന്ന കൂദാശ അതാ മാമോദിസ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആ കുടുംബത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് അമ്മയാണ്. കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കും, ഇത് അമ്മയാ, ഇത് അപ്പനാ, ഇത് വല്യപ്പനാ, ഇത് ചേട്ടനാ, ഇത് ചേച്ചിയാ എന്നൊക്കെ. കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ മൂത്ത പിള്ളേർ അല്പം വളരുമ്പം പറയും, നിന്നെ ആശുപത്രിയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചതാ. കൊച്ചു കരയും, ഓടിപ്പോയി പരാതി പറയുന്നത് അമ്മയോടാ. അമ്മ പറയും, അല്ലല്ല കൊച്ചി ഈ വീട്ടിലെയാ. കൊച്ചിന് സന്തോഷമായി. അല്ലെ തോടൊക്കെ അടുത്തുള്ള വീടാണെങ്കിൽ കൊച്ചിനോട് മൂത്ത പിള്ളേർ നിന്നെ തോട്ടിൽ നിന്ന് പിടിച്ചതാന്ന് പറയും. അപ്പോഴും കൊച്ചു കരയും, പരാതി പറയുന്നത് അമ്മയോടാ. അപ്പോൾ അമ്മയെ ഉറപ്പിക്കുന്നത് കൊച്ചു തോട്ടിൽ നിന്നൊന്നുമല്ല, കൊച്ചു ഇവിടുത്തെയാ. കൊച്ചിന് സന്തോഷമായി. നൽകിയ ജീവനിൽ കൊച്ചിനെ ഉറപ്പിക്കുന്നത് അമ്മയാണ്. സഭയാകുന്ന അമ്മ നൽകിയ ജീവനിൽ ഉറപ്പിച്ച് ഉത്തരവാദിത്വമുള്ള കടമയുള്ള മക്കളാക്കി അവരെ മാറ്റുന്ന കൂദാശയ. സ്ഥൈര്യ ലേപനം, തൈല അഭിഷേകം എന്നും അതിനെ വിളിക്കും എന്ന കൂദാശ. ഇനി നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ നോക്കി നിൽക്കുമ്പം അവർ മുഷിയും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അതെടുത്ത് ഇതെടുത്ത് അവരുടെ ദേഹവും വസ്ത്രവും എല്ലാം മുഷിയും. ആരാ? ഒരു പരാതിയും കൂടാതെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കഴുകി വൃത്തിയാക്കി വസ്ത്രങ്ങളൊക്കെ മാറ്റി പുതുവസ്ത്രം ധരിപ്പിക്കുകയും പരിമളം ധരിപ്പിക്കുകയും പൗഡർ ഇടുകയും സെൻറ്റ് പൂശിയൊക്കെ ചെയ്യുന്നത് ആരാ? അമ്മയാണ്. സഭയാകുന്ന അമ്മ തൻ്റെ മക്കൾ ലോകമായിട്ടുള്ള ബന്ധത്തിൽ മലീമസമാകുമ്പം അവരെ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ പുതുവസ്ത്രവും പരിമളവും ധരിപ്പിക്കുന്ന മഹനീയമായ കൂദാശ. അതാ വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ, അനുരഞ്ജനം എന്ന കൂദാശ, ഏറ്റുപറച്ചിൽ എന്ന് പറയുന്ന കൂദാശ. ഈ ഒരു കുഞ്ഞിന് ആവശ്യമുള്ള പോഷണം അറിഞ്ഞു നൽകുന്നത് ആരാ? അമ്മയാണ്. ആദ്യം അമ്മയുടെ പാല് കൊടുക്കും, പിന്നെ ആടിനെയും പശുവിനെയും കറന്നു കൊടുക്കും, പിന്നെ കുറുക്കൊക്കെ കൊടുക്കും, പിന്നെ കുഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് വലുതാവുകയാണ്. സഭയാകുന്ന അമ്മ തൻ്റെ മക്കൾക്ക് നൽകുന്ന ആത്മീയ പോഷണം അത് അവിടെ തിരുശരീരവും രക്തവും പ്രദാനം ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന എന്ന മഹനീയമായ കൂദാശയ. ഒരു പെൺകുഞ്ഞ് 10, 23, 24 വയസ്സായാൽ അമ്മയ്ക്ക് വ്യഗ്രതയാണ്. അപ്പൻ്റെ പുറകെ നടക്കും, പാതിരായ്ക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കും അപ്പനെ. അവൾക്ക് 23 വയസ്സായി, 24 വയസ്സായി, പറ്റിയ ചെറുക്കനെ കണ്ടുപിടിക്കണം.
ചെറുക്കൻ കൊച്ചിന് 26-27 വയസ്സായ അമ്മ അപ്പൻ്റെ പുറകെ നടക്കും. ചെറുക്കനെ പറ്റി പെണ്ണിനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഏത് അച്ഛനോട് ചോദിച്ചോ, ഏത് കന്യാസ്ത്രീയോട് ചോദിച്ചോ, ഈ കാതിലാദ്യം കുഞ്ഞെ അച്ഛനാകുന്നത് ശ്രേഷ്ഠമാണ്, പൗരോഹിത്യം ധന്യമാണെന്ന് ആദ്യം പറയുന്നത് അമ്മയാണ്. സന്യാസിനിയാകാൻ പോകുന്നൊരു കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിത്ത് ആദ്യം പതിപ്പിക്കുന്നത് അമ്മയാണ്. ഒരമ്മയുടെ വലിയ അഭിമാനമാണ്, ആഗ്രഹമാണ് മക്കൾ ഒരു ജീവിതാവസ്ഥയിൽ ആയി കാണണം. സഭയാകുന്ന അമ്മ തൻ്റെ മക്കളെ ഒരു ജീവിതാവസ്ഥയിലാക്കുന്ന 2 കൂദാശകളാണ് വിവാഹവും തിരുപ്പട്ടവും. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും രോഗമുണ്ടാകുമ്പം നമ്മുടെ അടുത്ത് വേണമെന്ന് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് അമ്മയാണ്. ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും മുതിരുമ്പോഴും ഒക്കെ വേദന വരുമ്പോൾ ആരെങ്കിലും എൻ്റെ അപ്പോ, എൻ്റെ ചേട്ടോ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ എന്ന് വിളിക്കാറുണ്ടോ? ഏത് വയസ്സുള്ള ആളും വേദന വരുമ്പം എൻ്റെ അമ്മോ എന്ന് പറയുന്നത്. വേദനിക്കുമ്പം നമ്മൾ വിളിക്കുന്നത്, ഓർമ്മിക്കുന്നത് അമ്മയാണ്. സഭയാകുന്ന അമ്മ തൻ്റെ മക്കൾ രോഗശൈലിയിലാകുമ്പോൾ, വേദനിക്കുമ്പം ആശ്വാസത്തിൻ്റെ തൈലവും കൊണ്ട് അവരെ സമീപിക്കുന്ന കൂദാശയുടെ പേര രോഗി ലേപനം. പണ്ട് ഈ കൂദാശയുടെ പേര് ഒടുക്കത്തെ ഉപ്രശമെന്നായിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ പേര് മാറ്റി രോഗി ലേപനം ഒന്നാക്കി കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഔദാര്യമാണ്. ആശ്വാസത്തിൻ്റെ കൂദാശിയ, മുക്തിയുടെ കൂദാശിയ. ഒന്നുകിൽ രോഗത്തിൽ നിന്ന് മുക്തി, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മുക്തി. 7 കൂദാശകളും ഒരമ്മയുടെ സ്നേഹപൂർവകമായ 7 ഇടപെടലുകളാണ്. ആ സ്നേഹത്തിൽ നമുക്ക് സഭയെ കണ്ടെത്താൻ കഴിയണം. സഭയാകുന്ന അമ്മ വാത്സല്യത്തോടെ ജനനം മുതൽ മരണം വരെ തൻ്റെ മക്കളെ അനുധാവനം ചെയ്യുന്ന, കൂടെ നടക്കുന്ന, സ്വീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, കൃപയെ നൽകുന്ന, ജീവനെ പ്രദാനം ചെയ്യുന്ന 7 നാഴിക കല്ലുകളാണ് 7 കൂദാശകൾ. സഭയുടെ വിശ്വസ്ത അംഗങ്ങളായിട്ട് മാറാൻ കഴിയട്ടെ. എവിടെയെങ്കിലുമൊക്കെ പുഴുക്കുത്തുകളുണ്ടാവാം, വീഴ്ചകളുണ്ടാകാം, കുറവുകളുണ്ടാവാം, പോരായ്മകളുണ്ടാവാം. ഇതൊന്നും സഭയുടെ അദൃശ്യ ഘടകത്തിൻ്റെ പോരായ്മയല്ല, മറിച്ച് ദൃശ്യ ഘടകത്തിൻ്റെ മാനുഷികമായ ഘടകങ്ങളുടെ പോരായ്മകളാവാം. അവയെ പ്രതി സഭയെ നിഷേധിക്കുവാനോ തള്ളിപ്പറയുവാനോ സഭയെ വിട്ടുപേക്ഷിക്കുവാനോ ഒരിക്കലും ഇടയാവരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സഭയുടെ നല്ല നന്മയിൽ നിന്ന്, ആ ഭാണ്ഡാകാരത്തിൽ നിന്ന് കൃപയെ കൃപയ്ക്കുമേൽ സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ